നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൊബൈൽ മോഷ്ടാവ് പിടിയിൽ. മുഖത്തല ഡീസന്റ് മുക്ക് സ്വദേശിയായ ദിനേശ് ബാബുവാണ് പിടിയിലായത്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷം കൊട്ടാരക്കര സെൽ മാസ്റ്റർ മൊബൈൽ ഷോപ്പിൽ നിന്ന് 2 മൊബൈൽ മോഷ്ടിച്ച് കടന്നുകളയുവാൻ ശ്രമിക്കവെയാണ് പിടിയിലാകുന്നത്. മോഷണത്തിനിടെ ദിനേശ് പിടിയിലാവുകയും കൊട്ടാരക്കര പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇത് സെൽ മാസ്റ്റർ മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അത്രയൊക്കെ 5 മണിക്ക് 5 മണി 5:30 ആയപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ഇതേപോലെ വണ്ടി ഫോൺ വേണമെന്ന് പറഞ്ഞ് 2 ഫോൺ എടുത്ത് കാണിച്ചു. ഫോൺ എടുത്ത് കാണിച്ചതിന് ശേഷം പുള്ളി അതെടുത്തുകൊണ്ട് പോയി, ഇറങ്ങി ഓടി. ഞങ്ങൾ കുറേ ഓടി പിടിച്ചുകൊണ്ട് വന്ന് പുള്ളിയുടെ കടയ്ക്കകത്തിട്ട് അടച്ചിട്ടുണ്ട്. പിന്നീട് പോലീസ് വന്ന് പുള്ളിയെ ഹാൻഡ് ഓവർ ചെയ്തു. ഒരു ആക്റ്റീവയ്ക്കകത്താണ് പുള്ളി വന്നത്. അത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. അങ്ങനെ പുള്ളി അവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് ഹാജരാക്കി. വണ്ടി ഓടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് ഞങ്ങൾ പുറകെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. വേറെ ആൾക്കാരെല്ലാം കണ്ടു ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ പുള്ളിയെ കൊണ്ട് കടയ്ക്കകത്ത് കയറ്റി ഷട്ടറും അടച്ചിട്ടിട്ട് ഇവിടെ നിന്നു. പിന്നെ പോലീസിനെ അറിയിച്ചു. അവർ അപ്പോഴേ വന്ന് കൊണ്ടുപോയി. സെക്കൻഡ് ഫോൺ മേടിക്കാൻ വേണ്ടി വന്ന ആളാണ്. ഇവിടെ ഡിസ്പ്ലേയിൽ ഇതുപോലെ വെച്ചിരുന്ന ഫോണാണ്. 2 ഫോൺ 2 ഒരുമിച്ച് വാങ്ങിയതിന് ശേഷം പുള്ളി തിരിഞ്ഞിട്ടൊരു ഹെഡ്സെറ്റ് ചോദിച്ചു. അത് തിരിച്ചെടുക്കാൻ നോക്കിയ സമയത്ത് പുള്ളി ഈ ഫോൺ കൊണ്ട് ഓടുമായിരുന്നു. അങ്ങനെ ഓടി വണ്ടി കയറിയപ്പോഴത്തെ വണ്ടി ഓൾറെഡി സ്റ്റാർട്ടാക്കി വെച്ചിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നത്. ആക്റ്റീവ് ആയിരുന്നു. ഓടി കയറിയപ്പോൾ നമ്മൾ കുറേ കൂടി പോയി പുള്ളിയെ പിടിച്ചു ഫ്രണ്ട് വന്നു. അല്ല, തമിഴ്നാട് TN40. അകത്ത് ടെക്നീഷ്യനാണ്. അവിടെ ആരും ഇല്ലായിരുന്നു, പണിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരും ഇല്ല. കയറി വന്നിട്ട് പറഞ്ഞു ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു, സെക്കൻഡ് ഹാൻഡ് ഫോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഫോൺ എടുത്ത് കൊടുത്തു. അന്നേരം പറഞ്ഞു അത് അപ്പുറത്തിരിക്കുന്ന അതുകൂടെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ഫോണും എടുത്ത് കൊടുത്തിട്ട് കൈ മേടിച്ച് വെച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഹെഡ്സെറ്റ് വേണം, ഹെഡ്സെറ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ തിരിഞ്ഞ വഴിക്ക് പുള്ളി ഇറങ്ങി ഒരൊറ്റ ഓടണം കൂടെ ബാക്കിൽ ഞാനും കൂടെ ഓടിപ്പോയിട്ട് പിന്നെ പുള്ളിയെ വിളിക്കുകയും ചെയ്ത് ആ ടെക്നീഷ്യനെ വിളിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ 2 പേരും കൂടെ പോയി. അവിടെ വണ്ടി ഇയാളെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോയി. ഞങ്ങൾ ബാക്കിൽ നിന്ന് പിടിച്ച് വലിച്ചിട്ട് തറയിട്ടതാണ്. ഞങ്ങളുടെ കടയുടെ പേര് A1 ബേക്കേഴ്സ് എന്നാണ്. പിന്നെ 1.5 മാസം മുന്നേ ഞങ്ങളുടെ കടയിൽ നിന്ന് ഫോൺ പോയത്. അയാൾ തന്നെ ഇന്നലെ അപ്പുറത്തെ കടയിൽ നിന്നും 2 മൊബൈൽ എടുത്തുകൊണ്ട് ഓടിയത്. അങ്ങനെ ഇന്നലെ എന്തുമായാലും അയാളെ പിടിച്ച് നമ്മുടെ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു ഞങ്ങൾ. ഇവരൊന്നും ആയില്ല. ഇന്നലെ അത് തന്നെ കള്ളൻ അത് തന്നെ. അന്ന് പരിശോധിച്ചില്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഫോൺ കാണാത്ത കൊണ്ട് ഞങ്ങളിവിടെ തിരക്കിയത്. അങ്ങനെ അവസാനം ഇവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് 7:10 ആയപ്പോഴത്തേനും അയാൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കടയുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മയെടുത്ത് എന്തൊക്കെയോ സംസാരിച്ചിട്ട് എന്തോ എടുക്കാൻ വേണ്ടി അങ്ങ് താഴേക്ക് പറഞ്ഞു വിട്ടു. അതെടുക്കാൻ പോയ സമയം കൊണ്ട് അയാൾ ഇവിടെ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയതാണ്. ചെക്ക് ചെയ്തായിരുന്നു. അതിന് ശേഷം ഒന്നും ആയില്ലെന്താ, നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നല്ല.